ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രധാന മുഖമായിരുന്ന തരൂർ ഇപ്പോൾ തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ്. നാൾക്കുനാൾ തരൂർ തീർക്കുന്ന പ്രതിരോധങ്ങളെ പൊളിക്കാനുള്ള ശക്തി ആർജിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയും വിദേശത്ത് പോയതും മോദിയെ പുകഴ്ത്തിയതുമെല്ലാം ചെയ്ത തരൂര് പാർലമെന്റിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കില്ല എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ നീക്കത്തെക്കുറിച്ച് ചർച്ച വേണമെന്നും അമേരിക്കയുടെ മധ്യസ്ഥത ഉണ്ടായിരുന്നു എന്നതിൽ പ്രധാനമന്ത്രിയുടെ മറുപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആവശ്യത്തിനൊടുവിൽ കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും 16 മണിക്കൂർ സമയമാണ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇവിടെയാണ് സംസാരിക്കില്ല എന്ന മറുപടിയുമായിട്ട് തരൂർ എത്തിയത്. അതേസമയം തരൂർ ഇല്ലെങ്കിൽ വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധി. പാർലമെന്റിൽ ഇന്ന് നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും ആദ്യം സംസാരിക്കുക പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്നെയാണ്. ശശി തരൂർ എംപിയോട് പാർലമെന്റിലെ ചർച്ചയിൽ സംസാരിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. തരൂരിന്റെ ഭാഗത്തു നിന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞുവെന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് ന്യായങ്ങൾ നിരത്തുന്നത്. തരൂരിനെ മൈൻഡ് ചെയ്യേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തരൂരിനെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിലുമാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോയ സർവകക്ഷി സംഘത്തിൽ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ തലവനായിരുന്നു ശശി തരൂർ. ആ യാത്രയിലുടനീളം കോൺഗ്രസിന്റെ നിലപാടുകളെയും വാദങ്ങളെയും പരസ്യമായി തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയായിരുന്നു ശശി തരൂരിന്റെ പ്രസംഗങ്ങൾ എല്ലാം നടന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന തരത്തിൽ വരെ ശശി തരൂർ മാറുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ തരൂർ കേന്ദ്ര സർക്കാരിനോടും BJPയോടും കൂടുതൽ അടുക്കുന്നു എന്ന വിമർശനം കോൺഗ്രസിൽ നിന്നും തന്നെ ഉയർന്നിരുന്നു. ശശി തരൂരിനെ നടപടിയെടുക്കണമെന്ന ആവശ്യവും പാർട്ടിയിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ MP-മാർക്കും നേതാക്കൾക്കുമായിട്ട് തരൂര് വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്നും നേതാക്കൾ വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു. മൊത്തത്തിൽ തരൂരിനെ കളഞ്ഞ് പ്ലാസ്റ്റിക് കുപ്പിയായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. പക്ഷേ ആ കുപ്പി ചെന്ന് വീഴുന്ന കുപ്പ ഏതാണെന്ന് മാത്രം ഇനി അറിയേണ്ടതുള്ളൂ.